ജോസഫെ, അവിടെ എങ്ങനെയാണ് വിവരങ്ങൾ? അതായത് വടക്കൻ, ഇപ്പോൾ വിഷ്ണു നമുക്ക് റിപ്പോർട്ട് നൽകിയത് ഇങ്ങനെയാണ്, വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് കാസർഗോഡ് വിവരങ്ങൾ? ഭദ്ര, 2 ദിവസമായി ഇടമുറിയാതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ കാസർഗോഡ് ജില്ലയിൽ ഉടനീളം ഉള്ളത്. നഗര ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ കനത്ത മഴ പെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും കൺട്രോൾ റൂമുകളും ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളും പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് മംഗളൂരുവിലും ഉടുപ്പിയിലും ദക്ഷിണ കന്നഡ മേഖലയിലും അതിതീവ്രമായ മഴയാണ് പെയ്യുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ തീരദേശത്തുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഈ ചുഴലിക്കാറ്റ് ദക്ഷിണ കന്നഡ മേഖലയിലും അതുപോലെ തന്നെ കാസർഗോഡിന്റെ തീരദേശ പ്രദേശങ്ങളിലേക്കും വീശിയടിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് തീരദേശത്തുള്ളവർക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും സജ്ജമായി പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും അതുപോലെ തന്നെ ദുരന്ത നിവാരണ വകുപ്പും ജില്ലയിൽ ഉടനീളം തയ്യാറാണ്. പ്രത്യേകമായി ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ദേശീയപാത പണി നടക്കുന്ന ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇരുവശങ്ങളിലും വലിയ രീതിയിൽ വ്യാപകമായി മണ്ണെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ചെളിയും അതുപോലെ തന്നെ വെള്ളക്കെട്ടുകളും ദേശീയപാതയിൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ചട്ടഞ്ചാൽ ഭാഗത്ത് വലിയ രീതിയിലുള്ള കുന്നിടിച്ചിലുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ ഒഴിവാക്കി യാത്ര ചെയ്യണമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൂടെ യാത്ര ചെയ്യുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. മാത്രവുമല്ല, മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആരും തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശിക്കുവാനോ പോകാനോ പാടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും മഴ അതിശക്തമായി തന്നെ തുടരുന്നു. തീരദേശത്തുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ ദേശീയപാതയിലൂടെ കടന്നു പോകുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ഭദ്ര. ജോസഫ്, വരും മണിക്കൂറിലും ഈ മഴ തുടരുമെന്ന് തന്നെയാണ് അറിയുന്നത്. എങ്ങനെയാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം? ഭദ്ര, വരും മണിക്കൂറുകളിലും മഴ അതിശക്തമായി തന്നെ തുടരും എന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ആണ് ഇത്തരത്തിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, മംഗലാപുരത്തും ഉടുപ്പിയിലും ദക്ഷിണ കന്നഡ മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ഈ കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങളിൽ, അതായത് ദക്ഷിണ കന്നഡ മേഖലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മഴ ശമിക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജാഗ്രത പാലിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് പ്രത്യേകമായി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ഈ കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ദേശീയപാത കടന്നു പോകുന്ന ഇടങ്ങളിലൂടെ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള അപകട ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വീരമലക്കുന്ന് എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാനാകുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ എത്രയും വേഗം കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കണം. ഇതിനാവശ്യമായ, അതായത് ഇത്തരത്തിൽ ദൗത്യത്തിനായി ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രത്യേക സംഘങ്ങളെ എല്ലാ ഭാഗങ്ങളിലും നിയോഗിച്ചിട്ടുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിലും വില്ലേജ് അടിസ്ഥാനത്തിലുമാണ് ഇത്തരത്തിൽ ദൗത്യ സംഘാംഗങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ഇവരുടെ സേവനം ലഭ്യമാക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭദ്ര. ശരി ജോസഫ്.